ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ കഴിയാത്ത ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ പരിണാമത്തിന് വിധേയമായിട്ടാണ് ഈ പ്രകൃതി വിഭവങ്ങൾ എല്ലാം തന്നെ, നാമരൂപങ്ങളും അതുപോലെ സർവ സചേതനവും അചേതനവുമായ വസ്തുക്കളെല്ലാം അതിൻ്റെ രൂപാന്തരമാണ്. അതിൽ നിന്ന് പഞ്ചഭൂത നിർമ്മിതമായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ പരസ്പരം പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ വസ്തുക്കളാണ് നാം ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്നവ എല്ലാം. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരമാകുന്ന കൂട്ടിൽ ഈശ്വരൻ സചേതനനായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനെന്ന തോന്നലുണ്ടായി. ആ ഞാനെന്ന തോന്നലാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് ജീവനും, ജീവൻ ഇന്ദ്രിയങ്ങളിൽ കൂടി, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകിയപ്പോഴാണ് ഈ ദൃശ്യപ്രപഞ്ചമെല്ലാം അനുഭവവേദ്യമായത്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് ജീവനും, ജീവനിൽ നിന്ന് ജഗത്തുമുണ്ടായി. അതിൽ ഈശ്വരൻ സത്തും ചിത്തും ആനന്ദവുമാണ്. ജഗത്ത് അനൃത ജഡ ദുഃഖസ്വരൂപവുമാണ്. സ്വന്തമായി ചേഷ്ടിക്കാൻ കഴിയാത്തതാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും. അത് അനിത്യമാണ്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതുമാണ്. എന്നാൽ ഈശ്വരനാകട്ടെ നിത്യവുമാണ്. എന്നാൽ ആ ഈശ്വരശക്തി ഈ ഉപാധിയിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ ജീവൻ എന്ന മൂന്നാമത് ഒരു വ്യവഹാരം ഉണ്ടാകുന്നു. ഈ മൂന്നാമത്തെ വ്യവഹാരത്തിന് പ്രത്യേക സ്വഭാവങ്ങളൊന്നുമില്ല. ഏതിനോട് ചേരുന്നുവോ അതിൻ്റെ സ്വഭാവമായിരിക്കും. ജഡവസ്തുക്കളോട് ചേരുമ്പോൾ താൻ ജഡമാണ് എന്ന് തോന്നും. ജഡമായിരിക്കുന്ന ദേഹത്തോട് ചേർന്നപ്പോൾ ഞാൻ ദേഹമാണ് എന്ന് തോന്നി. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ദേഹത്തിലൂടെ നോക്കിക്കണ്ടതൊക്കെ എൻ്റേതും നിൻ്റേതുമായി നമ്മൾ വേർതിരിച്ചു. അതിൽ നല്ലതും ചീത്തയും, വേണ്ടതും വേണ്ടാത്തതും, സുഖം തരുന്നതും ദുഃഖം തരുന്നതും എന്നിത്യാദി ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറഞ്ഞവയാണ് പ്രപഞ്ച വസ്തുക്കൾ ഓരോന്നും. അതിൽ ഈശ്വരൻ എന്ന് പറയുന്നത്, ഈശ്വരൻ വിദ്യാസമേതൻ, ജീവൻ അവിദ്യയ്ക്കധീനൻ, ഈശനോട് കൂടായി വിദ്യാവിലസുന്നു, ഈശനോട് കൂട്ടായി വിദ്യാവിലസുന്നു, ജീവേന വിദ്യയെ പുൽകിടുന്നു. ഇതാണ് പരമസത്യം നമുക്ക് വിളിച്ചോതി തരികയാണ്. ഈശ്വരൻ വിദ്യാസമേതൻ. ഈശ്വരൻ അറിവിൻ്റെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. ഈശൻ ബ്രഹ്മസ്വരൂപിയാണ്. അതിൻ്റെ സ്വഭാവം ബോധമാണ്. അതുകൊണ്ട് ഈശ്വരൻ വിദ്യാസമേതൻ, ഈശ്വരൻ അറിവിനോട് കൂടിയാണ് വർത്തിക്കുന്നത്. എന്നാൽ ഈ ഉപാധിയിൽപ്പെട്ട ജീവനാകട്ടെ, കാരണം അത് പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ജീവൻ അവിദ്യയ്ക്കധീനൻ. ജീവൻ എന്നത് അവിദ്യയ്ക്ക് അധീനനുമാണ്. ഈശനോട് കൂട്ടായി വിദ്യ വിലസുന്നു. ഈശനോട് കൂട്ടായിട്ട് വിദ്യ വിലസുന്നു. ജീവേന വിദ്യയെ പുൽകിടുന്നു. ജീവനാകട്ടെ അവിദ്യയാണ് സത്യമെന്നും, അവിദ്യ എന്നാൽ അജ്ഞാനം, മായ എന്നൊക്കെ പറയുന്നത്. ജീവൻ മായയോടാണ് കൂട്ടുകൂടുന്നത്, അവിദ്യയോടാണ് കൂട്ടുകൂടുന്നത്. അതുകൊണ്ട് അവിദ്യ നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ്. ഉള്ളത് ഇല്ലാത്തതായും ഇല്ലാത്തത് ഉള്ളതായും തോന്നിപ്പിക്കുന്നതാണ് മായ. ആ മായയ്ക്ക് കൂട്ടായിട്ടാണ് ജീവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ജീവൻ അവിദ്യയ്ക്ക് അധീനനും ഈശൻ വിദ്യയ്ക്ക്
വിധേയനുമാണ്. ഈശ്വരനിൽ ഉള്ളത് വിദ്യയും ജീവനിൽ ഉള്ളത് അവിദ്യയുമാണ്. ഈ അവിദ്യാ ബന്ധത്തിൽ നിന്നും നമ്മൾ മോചിതനാകേണ്ടിയിരിക്കുന്നു. അവിദ്യയായി ഇവിടെ പ്രതിഭാസിക്കാൻ കാരണം നമ്മുടെ ഉപാധിയിലെ ന്യൂനതകളാണ്. ആ ഉപാധി ശുദ്ധീകരിക്കപ്പെട്ടാൽ ഈശ്വരത്വം നേരെ നമുക്ക് അനുഭവവേദ്യമാകും. അതിനാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിൽ മാലിന്യമുള്ളപ്പോൾ നമുക്ക് യഥാർത്ഥമായ ഒരു വസ്തുവിനെയും ശരിക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഒരു കണ്ണാടിയിൽ അഴുക്കുണ്ടായാൽ നമ്മുടെ മുഖം വ്യക്തമായി കാണുകയില്ല. ആ കണ്ണാടിയിലെ അഴുക്ക് നീക്കം ചെയ്താൽ നമ്മുടെ മുഖം വ്യക്തമായി ആ കണ്ണാടിയിൽ പ്രതിഫലിക്കും. അതുപോലെ ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ മനസ്സെന്നും ജീവനെന്നും പറയുന്നത്. ആ ജീവനിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങൾ നീങ്ങിയാൽ ഈശ്വരത്വം പൂർണ്ണമായും ജീവനിൽ പ്രകടമാകും. ജീവനിലാകട്ടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ അവിദ്യയ്ക്ക് വിധേയമാകുന്നു. ഈശ്വരത്വം അവിടെ പ്രകടവും ആകുന്നില്ല. അപ്പോൾ ഇല്ലാത്ത വസ്തുക്കളൊക്കെ ഉള്ളതായും ഉള്ളതൊക്കെ ഇല്ലാത്തതായും യഥാർത്ഥത്തിൽ ഉള്ളതിനെ അറിയുന്നേ ഇല്ലതാനും. അങ്ങനെ അവിദ്യയിൽ കിടന്ന് സുഖദുഃഖാദികൾ അനുഭവിച്ച് സത്യത്തെ ഒരിക്കലും അറിയാൻ കഴിയാതെ മയങ്ങിക്കഴിയുന്നു ജീവൻ. ഈ ജീവത്വമാണ് നമ്മളിൽ നിന്നും വിട്ട് ഈശ്വരത്വത്തിലേക്ക് നാം എത്തുക തന്നെ വേണം. ഈശ്വരനിൽ നിന്നും എത്രയോ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ജീവനിലുള്ളത്. ജീവനിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ കളങ്കങ്ങളെ നീക്കുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. ഈ കാപട്യത്തോടുകൂടിയ കളങ്കമുള്ള മനസ്സിന് യഥാർത്ഥമായ സത്യം അറിയാൻ കഴിയില്ല. താൻ ധരിച്ചു വെച്ചതൊക്കെ തന്നെയാണ് യഥാർത്ഥമെന്നും അതിലപ്പുറം മറ്റൊരു യാഥാർത്ഥ്യം ഇല്ല എന്നും നമ്മെ ഭ്രമിപ്പിക്കുകയാണ് ഈ അവിദ്യയാകുന്ന മായ ചെയ്യുന്നത്. അതിന് നാം വിടാതെ നാം നിരന്തരം വിദ്യോപാസനം കൊണ്ട് വിദ്യയെ തന്നെ നിരന്തരം ഉപാസിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ വന്നു ചേർന്ന മാലിന്യങ്ങൾ വിട്ട് നാം ഈശ്വരസ്വരൂപിയായി മാറും. അങ്ങനെ മാറുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിന് ഇത്രയും വിദ്യകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ പരമസത്യങ്ങൾ എല്ലാം ബോധിക്കാൻ കഴിയുകയുള്ളൂ. ഈശ്വരൻ വിദ്യാസമേതൻ, ജീവൻ അവിദ്യയ്ക്കധീനൻ. ഈശനോടു കൂടിയ വിദ്യ ഈശനോടു കൂട്ടായി വിദ്യ വിലാസുന്നു. ജീവേന വിദ്യയെ പുൽകിടുന്നു. ഈശനോട് കൂട്ടായി വിദ്യ വിലാസുന്നു. ജീവേന വിദ്യയെ പുൽകിടുന്നു.